ക്രിസ്മസ് അത് ഡിസംബർ മാസത്തിൽ വരുന്നു എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങൾ, ഇടവകകൾ, ദൈവത്തിൻ്റെ ജനം ക്രിസ്മസിനു വേണ്ടി ഒരുങ്ങി അത് ആഘോഷിക്കുന്നതിന് തയ്യാറാകുമായിരുന്നു. ക്രിസ്മസ് കരോൾ പഴയ കാലം മുതൽ തന്നെ ക്രിസ്മസ് എല്ലാ വീടുകളിലും പോയി പാടി പ്രാർത്ഥിച്ച് ആ വീടുമായി സ്നേഹം പങ്കുവയ്ക്കുന്ന വലിയ ഒരു സ്നേഹത്തിൻ്റെ സന്ദേശം കൊടുത്തിട്ടാണ് നാം പോകുന്നത് എന്നുള്ളത് പതിവാണ്. അത് വെറും ഒരു പോക്കല്ല, നാം നല്ലതുപോലെ പഠിച്ച് പ്രാർത്ഥിച്ച് ഇടവകയിലെ സെലക്റ്റഡ് ആയിട്ടുള്ള ആളുകളെ ഒരുക്കിയെടുത്ത് ഒരു പാട്ടുകളും പ്രാർത്ഥനകളും പഠിച്ച് പരിശീലിച്ച് അവർ ഓരോ വീടുകളിലും, പ്രത്യേകിച്ച് മറ്റുള്ള വീടുകൾ ക്ഷണിക്കപ്പെടുന്ന വീടുകളിലും പോകും. അങ്ങനെ പോയി ഈ ക്രിസ്മസ് സന്ദേശം അവർക്ക് വിളമ്പിക്കൊടുക്കുക എല്ലാവർക്കും സന്തോഷമാണ്. ആ സന്തോഷം മിക്കവാറും ചെറു പ്രായക്കാരായ ആളുകൾക്ക്, കുഞ്ഞുകുട്ടികൾക്ക്, ഞങ്ങളൊക്കെയും പോകും, പാട്ട് പഠിക്കും. അപ്പോൾ ഞങ്ങളോട് പറയും, നിങ്ങൾ വരണ്ട മക്കളെ, നിങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങളാ, വഴിയിലൊക്കെ ഉരുണ്ടു വീഴും, ഞങ്ങൾ പോയി പാടിയിട്ട് വരാം എന്ന് പറയും. ഞങ്ങൾക്ക് വിഷമമാണ്. കുറച്ചുകൂടി പ്രായമായി വന്നപ്പോൾ നീയും വാ. അങ്ങനെ വീടുകളിൽ പോയി മൂത്ത സഹോദരങ്ങളോടും മാതാപിതാക്കളോടും കൂടെ നിന്ന് പാട്ടുപാടി സന്തോഷിച്ച് പ്രാർത്ഥിച്ച് അവിടെ നിന്നും അടുത്ത വീട്ടിൽ പോയി പാടി അതൊരു രാത്രി മുഴുവനും, സന്ധ്യയ്ക്ക് തുടങ്ങിയാൽ വെളുപ്പിനെ ഒരു 2 മണി വരെയെങ്കിലും ഈ ക്രിസ്മസ് കരോൾ നടത്തി ഉറക്കിളച്ച് വീട്ടിൽ വന്ന് കിടക്കുമ്പോൾ 3 മണി. അങ്ങനെയുള്ള ഒരു ശീലം ക്രിസ്മസിന്റെ കരോളിന് ഞങ്ങൾക്ക് പ്രത്യേകം ഉണ്ടായിരുന്നു. ഇടവകയിലെ ചെറുപ്പക്കാരായ ആളുകൾ, പ്രത്യേകിച്ച് ആൺകുട്ടികൾ മുഖ്യമായും അതിൽ പങ്കെടുത്തിരുന്നു. ഈ കരോളിന് പോകുമ്പോൾ നക്ഷത്ര വിളക്കുകൾ നമ്മൾ തന്നെ ഉണ്ടാക്കും. ഈറ കീറി അത് മേളിൽ വിളക്ക് പോലെ, കുട പോലെ ആക്കി അതിൽ നിറമുള്ള കടലാസുകൾ ഒട്ടിച്ച് അതിനകത്ത് കത്തുന്ന മെഴുകുതിരികൾ വയ്ക്കുമ്പോൾ അത് മനോഹരമായി കാണും. ആ വിളക്കുകൾ പലത് കാണും. ആ വിളക്കിനോട് ചേർന്ന് ഒരു പെട്ടി വിളക്ക് കാണും. അതിൽ ആ പള്ളിയുടെ പേരും പള്ളിയുടെ അഡ്രസ്സും കാണും. മറുവശത്ത് ഹാപ്പി ക്രിസ്മസ് എന്ന് എഴുതിയിട്ടുള്ള ലേഖനവും കാണും. അതും കത്തി മനോഹരമായി കാണുമ്പോൾ ഇന്ന ദേവാലയത്തിൽ നിന്നാണ് ഈ ക്രിസ്മസ് സംഘം വരുന്നതെന്ന് അവർക്ക് മനസ്സിലാകുമായിരുന്നു. അങ്ങനെ വലിയ ഒരു സന്ദേശം ആ ഓരോ പള്ളികളിൽ നിന്നും വരുന്ന സഹോദരങ്ങൾ മറ്റുള്ള മതത്തിൽപ്പെട്ട സഹോദരങ്ങൾക്കും കൊടുക്കുന്നതിന് ഇടയായിട്ടുണ്ട്. ക്രിസ്മസിൻ്റെ അവസരത്തിൽ നമ്മൾ കേൾക്കുന്നത് അത്യുന്നതങ്ങളിൽ ദൈവത്തിൽ സ്തുതി, ഭൂമിയിലെ മനുഷ്യർക്ക് സന്മനസ്സുള്ളവർക്ക് സമാധാനം. മലാഖ നമ്മളറിയിക്കുന്നതും ഇതാണ്.
നിങ്ങളൊരു നല്ല വാർത്ത അറിയിക്കാനാണ് ഞാൻ വന്നത്. ഇതാ ബെത്ലഹേമിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു ശിശു ജനിച്ചിരിക്കുന്നു. അവൻ അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. ആ പ്രഖ്യാപനം ഉണ്ടായ ഉടനെ മലഹാമാരുടെ സൈന്യം തന്നെ നിങ്ങൾ ദൈവത്തെ സ്തുതി, ഭൂമിയിൽ മനുഷ്യ സമാധാനം എന്ന് പറഞ്ഞ് പാട്ടുപാടി ആ സന്തോഷ വാർത്ത ആഘോഷിച്ചു. ക്രിസ്മസ് ശ്രീപിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഏറ്റവും ദൃശ്യമായിട്ടുള്ള നമ്മളെല്ലാവരും സ്മരിക്കുന്ന ഒരടയാളമാണ്. ദൈവം സ്നേഹമാണ്. ദൈവം നമ്മൾ വിശ്വസിക്കുന്ന ദൈവം ത്രിത്വൈക ദൈവമാണ്. ആ ത്രിത്വൈക ദൈവത്തിൻ്റെ സത്ത പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു, പുത്രൻ പിതാവിനെ സ്നേഹിക്കുന്നു. ആ സ്നേഹം പൂർത്തിയാക്കുന്ന പരിശുദ്ധാത്മാവിനാലാണ്. ആ ദൈവത്തിൻ്റെ സ്നേഹം നമ്മോട് ആദ്യമായിട്ട് പങ്കുവയ്ക്കുന്നത് ദൈവം നമ്മോട് ഏറ്റവും വലിയ ആ സ്നേഹം കാണിക്കുന്നത് ആ സ്വന്തം ഛായയും സാദൃശ്യവും നമുക്ക് നൽകുന്നതാണ്. സ്നേഹം തന്നെയായ ദൈവത്തെ നമുക്ക് തന്നുകൊണ്ട് ആ സ്നേഹത്തെ ഛായയിൽ നമ്മൾ സൃഷ്ടിച്ചു എന്നുള്ളതാണ്. അതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ദൈവത്തിൻ്റെ മക്കളാകുന്നത്. എന്നാൽ ദൈവം നമ്മോട് കാണിക്കുന്ന ആ വലിയ സ്നേഹത്തിന് മനുഷ്യൻ പ്രതിസ്നേഹം കാണിക്കാതെ, അപേക്ഷിച്ചതനുസരിച്ച് പ്രവർത്തിക്കാതെ ദൈവത്തിൽ നിന്നും അകന്നുപോയെങ്കിൽ പോലും ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ ഉപേക്ഷിക്കുന്നില്ല. ആദ്യം കാണിച്ച സ്നേഹത്തെക്കാൾ വലിയ സ്നേഹം നമ്മൾ കാണിക്കുകയും ആ സ്നേഹം നമ്മൾ പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു രക്ഷകനെ വാഗ്ദാനം ചെയ്തു. ആ വാഗ്ദാനം പൂർത്തിയാകുന്നതാണ്. സമയത്തിൻ്റെ പൂർണ്ണതയിൽ പൂർത്തിയായതാണ് യേശുവിൻ്റെ മനുഷ്യാവതാരം. പുൽക്കൂട് കെട്ടുക എന്നുള്ളത് വലിയ സന്തോഷമാണ്. വേറെ എങ്ങുമല്ല, പള്ളിയിൽ തന്നെ പുൽക്കൂട് കെട്ടും. പുല്ല് അറുത്തുകൊണ്ടുവരും, വൈക്കോല് കാണും, അതുപോലെ തന്നെ മറ്റുള്ള സാധനങ്ങളൊക്കെയും ശേഖരിക്കും ഞങ്ങൾ തന്നെ. പ്രായമുള്ളവരുകൂടി ചേർന്നുകൊണ്ട് ഒരു മേശ മലത്തിയിട്ട് ആ മേശയിൽ ഒരു വീട് പോലെ രൂപപ്പെടുത്തി ഒരു മേശപ്പുറത്ത് വെച്ച് പുൽക്കൂടാക്കി രൂപപ്പെടുത്തി അവിടെ ഇന്നത്തെ കാലത്തെ പോലെ വലിയ ലൈറ്റും പ്രകാശവും ഒന്നുമില്ല. എങ്കിലും ഒരു ലൈറ്റ് ഇട്ടുകൊണ്ട് രൂപങ്ങൾ അതിൽ വെച്ചുകൊണ്ട് ആ പുൽക്കൂടിൻ്റെ സന്ദേശം ആളുകൾ കണ്ട് സന്തോഷിക്കുന്നതിന് ഒരുക്കി കൊടുക്കുക ഇപ്പോഴും ഉണ്ട്. ഇതൊരു മത്സരബുദ്ധിയോട് ചെയ്യുന്ന പ്രവൃത്തിയായി ചിലപ്പോൾ തോന്നിയിട്ടുണ്ട്. അല്ല, അതൊരു അനുഗ്രഹം പ്രാപിക്കുന്ന ഒരു ശുശ്രൂഷയുടെ ഭാഗമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പള്ളി അലങ്കരിക്കും. പള്ളി അലങ്കരിക്കുന്നതിന് ചെടികളും ഈ കണയോല ഇന്നധികം കാണാറില്ല. കണയോല വെട്ടിയെടുത്തു കൊണ്ടുവന്ന് അതിനെ പള്ളിയുടെ ഭിത്തിയിൽ വളച്ചു വെച്ച് അലങ്കരിച്ച് ഒരു അലങ്കാര വസ്തുവാക്കി ആർച്ചുകളൊക്കെ അതുകൊണ്ട് മെനഞ്ഞെടുത്ത് കെട്ടി കുഞ്ഞുമക്കൾക്ക് എന്നും ഓർമ്മയിൽ വരത്തക്ക പോലെയുള്ള ഒരു അവസരം ക്രിസ്മസ് കാലത്ത് ഉണ്ടാക്കുക പതിവാണ്. ഞാൻ ജനിച്ചു വളർന്നത് കിഴക്കൻ മേഖലയായ പുനലൂർ എന്ന പട്ടണത്തിലാണ്. എൻ്റെ മാതാവിൻ്റെ കുടുംബം അവിടെയാണ്. ക്രിസ്മസിനെ കുറിച്ച് ഓർമ്മിക്കുമ്പോൾ ഒത്തിരി നല്ല ഓർമ്മകളാണ് എൻ്റെ മനസ്സിലുള്ളത്. ഞങ്ങളുടെ നാട്ടിലെ ദേവാലയം പാറ കൊണ്ട് പണിത ദേവാലയമായിരുന്നു. ക്രിസ്മസ് ആകുമ്പോൾ ഒരു വലിയ പുൽക്കൂട് ദേവാലയത്തിൽ സജ്ജീകരിക്കും.
പുൽക്കൂട് ഭംഗിയാക്കുന്നത് എൻ്റെ ബന്ധുക്കളായ മറ്റ് വ്യക്തികളാണ്. ഞങ്ങളുടെ ആ പ്രദേശത്ത് പേപ്പർ മില്ലിലേക്ക് പോകുന്ന ആ ഭാഗത്ത് അക്കാലത്ത് വൈദ്യുതി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് വിളക്കുകൾ കത്തിക്കുന്നതിന്, പ്രത്യേകിച്ച് പുൽക്കൂട്ടിലെ വിളക്കുകൾ കത്തിക്കുന്നതിന് ബാറ്ററി കൊണ്ടാണ് പ്രവർത്തിപ്പിച്ചിരുന്നത്. അതുപോലെ പുൽക്കൂട്ടിൽ വയ്ക്കുന്നതിന് നേരത്തെ തന്നെ ചെറിയ പാത്രങ്ങളിൽ നെല്ല് വളർത്തി വെച്ചിരുന്നു. അതൊക്കെ ഞങ്ങളുടെ ഭവനങ്ങളിലുമൊക്കെ ചെയ്യുന്ന പതിവായിരുന്നു. അങ്ങനെ ഭംഗിയാക്കിയ പുൽക്കൂട്ടിലാണ് യേശുവിൻ്റെ ജനനം ഞങ്ങൾ ആഘോഷിച്ചിരുന്നത്. ഈശോയുടെ ജനനത്തെപ്പറ്റി ഓർക്കുമ്പോഴേക്കും എല്ലാ ദിവസവും കുർബാനയിൽ അനുസ്മരിക്കുന്ന ഒരു വചന ഭാഗമുണ്ട്. പിതാവിനോട് ഒപ്പസ്ഥാനമുണ്ടായിട്ടും അതൊന്നും നിലനിർത്തേണ്ട കാര്യം പരിഗണിക്കാതെ തന്നെത്താൻ ശൂന്യവരിച്ച് ലോകത്തിലേക്ക് വന്നു എന്നുള്ള കാര്യം. അതിന് വേണ്ടിയിട്ടാണ് എല്ലാം ഉപേക്ഷിച്ച് നമ്മൾ ശൂന്യവൽക്കരിച്ചുകൊണ്ട് നമ്മളെ ഉയർത്തി നമ്മൾ പാപം പൊരുത്തപ്പെടുത്തിയ ദൈവമക്കളുടെ സ്ഥാനത്തേക്ക് ഉയർത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ആ ദൗത്യം ഈശോ നിർവഹിച്ചത് പിതാവിൻ്റെ ഇഷ്ടം നിർവഹിച്ചുകൊണ്ടാണ്. ഈശോ സുവിശേഷത്തിൽ പല പ്രാവശ്യം നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്, ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ഇഷ്ടം നിർവഹിക്കാൻ വേണ്ടിയിട്ടല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മളെല്ലാവരും പിതാവിൻ്റെ ഭവനത്തിൽ ചെന്ന് എന്നും കടലിനെ മോഷ്ടിക്കാനോ ചിത്രം നശിപ്പിക്കാനോ സാധിക്കാത്ത ദേശവാക്യത്തിൽ പങ്കുചേരണം. അനാവശ്യമായിട്ടുള്ള വ്യവസ്ഥ അവിടുത്തെ ഇഷ്ടം നിർവഹിക്കുവാനുള്ളതാണ്. അനാവശ്യമായിട്ടുള്ള വ്യവസ്ഥ മലയിലെ പ്രസംഗത്തിൽ ഈശോ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന പോലെ ആദ്യം ദൈവരാജ്യവും അതിന് നീതിയും അന്വേഷിക്കുമ്പോൾ അപ്പോഴാണ് എല്ലാം കൂട്ടിച്ചേർത്തുള്ള ആ മുഖത്ത് നമുക്ക് തരുന്നത്. ഈശോയുടെ ജനനവും ജീവിതവും എല്ലാം ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നതിന് നമ്മൾ മാതൃകയാണ്. അതുവേണ്ടിയാണ് ഈശോ പറഞ്ഞത്, നമ്മൾ വിളിച്ചുകൊണ്ട് എൻ്റെ പിന്നാലെ വരൂ എന്ന് പറഞ്ഞു. എന്നെ വരുന്നതിനുമായിട്ട് ഞാൻ ജീവിച്ച ജീവിതം നയിക്കുവാനായിട്ട് നമ്മുടെ ആഹ്വാനം ചെയ്യണമാണ്. അപ്പോൾ ഞാൻ ജീവിച്ച ജീവിതം നയിക്കുമ്പോഴാണ് ഞാൻ പിതാവിൻ്റെ അടുത്ത് ഞങ്ങൾക്ക് എത്തുവാൻ സാധിക്കുന്നത്. രാത്രിയിൽ മിക്കവാറും 2 മണിക്കായിരിക്കും ദേവാലയത്തിലെ ശുശ്രൂഷ ആരംഭിക്കുക. ഞാൻ ഓർക്കുന്നു, എൻ്റെ ഭവനത്തിൽ നിന്ന് എൻ്റെ വലിയപ്പച്ചൻ 1 മണിയാകുമ്പോൾ തന്നെ ഞങ്ങളെയൊക്കെ വിളിച്ച് ഉണർത്തും. എല്ലാവരെയും ഉണർത്തി അടുത്തുള്ള മറ്റുള്ള സഹോദര ഭവനങ്ങളിൽ നിന്ന് അവരെയും വിളിച്ച് ഞങ്ങളെല്ലാവരും കൂടെ പോകുന്നു പള്ളിയിലേക്ക്. 1 മൈൽ നടക്കണം. അതിന് 2-3 ചൂട്ടുകയറ്റ, ടോർച്ച് ലൈറ്റോ അല്ലെങ്കിൽ കാറോ വണ്ടിയോ ഒന്നുമില്ല. ചൂട്ടുകയറ്റ കത്തിച്ചുകൊണ്ട് ഒരാൾ മുൻപിൽ നടക്കും, പുറകെ മറ്റുള്ളവർ ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം ചേർന്ന് നടന്ന് ഒന്നിച്ച് പോകുക. വഴിക്കൊക്കെയും മത്തായിയെയും തങ്കച്ചനെയും പൊന്നച്ചനെയും ഒക്കെ പേരിടാ എഴുതി ആ സമയമായി പള്ളിയിൽ മണിയടിച്ചു. അങ്ങനെ എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് പള്ളിയിലേക്ക് നടന്ന് പോകുന്ന ഒരു പതിവ് ഞാൻ ഓർക്കുകയാണ്. ആ സഹോദരങ്ങൾ അവരെല്ലാവരും ഒന്നുചേർന്ന് പല ഭാഗങ്ങളിൽ നിന്ന് ഇടവകയിൽപ്പെട്ട എല്ലാ ദൈവമക്കളും ക്രിസ്മസിൻ്റെ ആ വലിയ വിശുദ്ധ കുർബാനയിൽ, അർദ്ധരാത്രിയിലെ വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുക അവരുടെ ജീവിതത്തിൻ്റെ വലിയ സാഫല്യം ആയിരുന്നു. പള്ളിയിൽ രാത്രി നടക്കുന്ന ആ ശുശ്രൂഷയിൽ കുഞ്ഞുങ്ങളായ ഞങ്ങളൊക്കെ ചിലപ്പം ആ പള്ളിയിൽ ആ തറയിൽ കിടന്ന് ഉറങ്ങിപ്പോവും. ശുശ്രൂഷയും കുർബാനയും ഒക്കെ നടന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ കേൾക്കാം ടക്കൊന്ന് വലിയ ഒരു വെടി. 1 അല്ല 2, 3 കാണും.
ഈ വെടി കേട്ട് ഞെട്ടി ഉണർന്ന് ഞങ്ങൾ എഴുന്നേൽക്കുമ്പോഴാണ് നമ്മൾ പള്ളിയിലാണെന്ന് പോലും അറിയുന്നത്. കതിനാവെടി അന്നത്തെ കാലത്ത് അതേ ഉള്ളൂ, മറ്റേ ഇതുപോലുള്ള പടക്കങ്ങളൊന്നുമില്ല. ഈ കതിനാവെടി കേട്ട് വീണ്ടും ഉണരും, കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഉറങ്ങും, പിന്നെയും കതിനാവെടി. വളരെ സൂക്ഷിച്ച് അച്ഛന്മാര് കുർബാന ചെല്ലുന്നത് പോലും കാസായും പെലാസായും സൂക്ഷിച്ച് പിടിച്ചുകൊണ്ടാണ്. ചിലപ്പോൾ അറിയാതെ വെടിവെക്കുമ്പോൾ അവരും പേടിച്ചു പോകും. അപ്പോൾ അങ്ങനെയൊക്കെയും രസകരമായ സംഭവങ്ങൾ ഇതിനിടയ്ക്കുമൊക്കെ ഞങ്ങളെ വെട്ടി ഉണർത്തുന്നതിന് വേണ്ടി ഉള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. ഏതാണ്ട് 12 വയസ്സുള്ളപ്പോഴാണ് ഞാൻ സെമിനാരിയിൽ പ്രവേശിച്ചത്. സെമിനാരിയിലെ ക്രിസ്മസ് ആഘോഷം വളരെ വ്യത്യസ്തമായിരുന്നു. ഞങ്ങൾക്ക് അക്കാലത്ത് വർഷത്തിൽ 2 ആഴ്ച മാത്രമേ അവധി ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ക്രിസ്മസും ഈസ്റ്ററും ഒക്കെ സെമിനാരിയിൽ തന്നെയാണ് ആഘോഷിച്ചിരുന്നത്. ക്രിസ്മസ് ആഘോഷിക്കുന്നതിന് മുമ്പ് സെമിനാരിയിൽ പാട്ടുകൾ പ്രാക്ടീസ് ചെയ്യുന്ന പതിവ് ഉണ്ടായിരുന്നു. ഏതാണ്ട് 2 വർഷം സെമിനാരിയിൽ കഴിഞ്ഞപ്പോൾ ഞാൻ അവിടുത്തെ ഓർഗനിസ്റ്റായിട്ട് മാറി. അതുകൊണ്ട് ഗാനങ്ങൾ പഠിപ്പിക്കുന്നതിനും വായിക്കുന്നതിനും എന്നെയാണ് ചുമതലപ്പെടുത്തിയിരുന്നത്. അതുപോലെ ഗാനങ്ങൾ പഠിപ്പിക്കുന്ന വൈദികനും ഒത്തിരി പുതിയ പുതിയ പാട്ടുകൾ, പ്രത്യേകിച്ച് ക്രിസ്മസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇംഗ്ലീഷ് ഗാനങ്ങളൊക്കെ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. സൈലന്റ് നൈറ്റ് ആ പ്രായം മുതൽ തന്നെ എനിക്ക് പരിചയമുള്ള ഗാനമാണ്. ആലുവ പൊന്റിഫിക്കറ്റ് സെമിനാരിയിലും വൈദിക വിദ്യാർത്ഥിയായിരുന്നപ്പോൾ എനിക്ക് തോന്നിയത്, അവിടെയും യൂറോപ്യൻ അച്ഛന്മാരുണ്ടായിരുന്നു. അവർ ഈ ഗാനങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. രാത്രിയിൽ പാട്ടുകുർബാനയ്ക്ക് ഭക്തിയോടുകൂടി ഈ ഗാനങ്ങൾ ആലപിക്കുന്നതിനും, വൈദികരില്ലാത്ത അവസരത്തിൽ അവിടെയും ഓർഗൻ വായിക്കുന്നതിന് എനിക്കായിരുന്നു ചുമതല. അതുമൊക്കെ ചെയ്ത് സന്തോഷപൂർവ്വം തിരുനാൾ ആഘോഷിക്കുന്ന അനുഭവം ഞാൻ ഓർമ്മിക്കുന്നുണ്ട്. Silent night, holy night, silent night, holy night, all is calm, all is bright, round your world marvelous shine. Holy infant, so tender and mild, sleep in heavenly peace, sleep in heavenly peace. ക്രിസ്മസിന്റെ ഭക്ഷണം എല്ലാവരും കഴിക്കും. ഇന്നത്തെ പോലെ ലാവിഷായിട്ട് വലിയ ഭക്ഷണക്രമങ്ങളൊന്നുമില്ല. എന്നാലും ക്രിസ്മസിന്റെ സമയത്ത് മാംസം വാങ്ങും, വീട്ടിൽ എല്ലാവരും ഭക്ഷിക്കും, എല്ലാവർക്കും സമർത്ഥമായി കൊടുക്കും. അതിനെ നമുക്ക് അയൽവക്കത്തുള്ള അതിന് വരുമാനമില്ലാതെ കഴിയുന്ന ആളുകളുണ്ടെങ്കിൽ അവരെയും നമ്മൾ ക്ഷണിച്ചു വരുത്തി അവരുമായിട്ടും അന്നത്തെ ദിവസത്തെ ഭക്ഷണം പങ്കുവയ്ക്കും. അത് അമ്മ പറയും, മക്കളെ, അങ്ങനെ ഇതുപോലെയുള്ള ദിവസങ്ങളിൽ ദൈവം നമുക്ക് തന്ന നന്മ മറ്റുള്ളവർക്ക് കൂടി പങ്കുവെച്ച് കൊടുക്കുന്നത് ക്രിസ്തീയ ധർമ്മമാണ്. അത് അനുഗ്രഹത്തിന്റെ ഭാഗമാണ്.
അങ്ങനെ വലിയ ഒരു പങ്കുവയ്ക്കൽ ക്രമം ക്രിസ്മസിൻ്റെ സമയത്ത് ഭക്ഷണം കഴിക്കുമ്പോൾ ഞങ്ങളെല്ലാവരും കുടുംബമായി ചെയ്യുന്നുണ്ട്. അതിപ്പോഴും ചെയ്യുന്നുണ്ട്. ആരും അന്ന് കർത്താവ് ജനിച്ച ആ ദിവസം ദാരിദ്ര്യത്തിൽ പട്ടിണിയിൽ കഴിയുവാൻ പാടില്ല എന്നുള്ള മാതാപിതാക്കളുടെ ആ വലിയ നിർദ്ദേശം, അവരുടെ നിശ്ചയം ഞങ്ങളും ഇന്നും അനുകരിക്കുവാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. ക്രിസ്മസ് ആഘോഷം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് ചെന്നാൽ എല്ലാവർക്കും അറിയാം, ഭക്ഷണത്തിൻ്റെ കാര്യമാണ് പ്രധാനമായിട്ടുള്ളത്. മിക്കവാറും എല്ലാ ഭവനങ്ങളിലും അപ്പവും സ്റ്റൂവും ആണ് കൂടുതലായിട്ട് കൊടുത്തിരുന്നത്. അത് കത്തോലിക്ക ഭവനങ്ങളിലെ ഒരു പ്രത്യേകതയായി എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നീട് നേരം വെളുത്തു കഴിയുമ്പോൾ ബന്ധുക്കളെ കാണുന്നതിന് പോകുന്ന പതിവും ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്നു. വളരെ പ്രത്യേകിച്ച് അമ്മയുടെ മാതാപിതാക്കന്മാരെയും സഹോദരങ്ങളെയും ഒക്കെ പോയി കണ്ട് അവർക്ക് ദൈവസ്തുതി ചൊല്ലുന്നത് ഞങ്ങളുടെ നാട്ടിലെ ഒരു പ്രത്യേകതയായിരുന്നു. എനിക്ക് തോന്നുന്നത് മിക്കവാറും പഴയ കാലത്ത് അതുപോലുള്ള ഒരു ആചാരം നമ്മുടെയൊക്കെ നാടുകളിൽ ഉണ്ടായിരുന്നു എന്നാണ്. ഇന്നൊരു പക്ഷേ അതൊക്കെ അസ്തമിച്ചിട്ടുണ്ട്. ബന്ധുക്കളെ കാണാൻ പോലും സമയമില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മളെല്ലാവരും. അങ്ങനെ ബന്ധുക്കളെയൊക്കെ കണ്ട് തിരിച്ചു വന്നതിന് ശേഷമാണ് ഉച്ചയ്ക്കത്തെ ഭക്ഷണം കഴിക്കുന്നത്. വളരെ സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒക്കെ സമയമായി ക്രിസ്മസ് ഇന്നും മനസ്സിൽ അലതല്ലുന്നുണ്ട്. ക്രിസ്മസിൻ്റെ ആഘോഷങ്ങളൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. ഇന്നത്തെ സൗകര്യങ്ങളൊന്നുമില്ലാത്ത കാലത്ത് പാതിരായിക്ക് ചൂട്ടും കെട്ടി പള്ളിയിലേക്ക് പോയിട്ട് കാര്യവും ആ ഉണ്ണീഷ ഭഗവതി ഇത്ര സ്നേഹത്തോടുകൂടിയാണ് കുഞ്ഞുമക്കളായിരുന്നപ്പോഴും ഉണ്ണീഷയെ കണ്ടതും പ്രാർത്ഥിച്ചതുമൊക്കെ. അങ്ങനെയുള്ള ആ അനുഭവമാണ് വളർന്നു വന്നപ്പോഴേക്കും ഈ വിശ്വാസത്തിൽ ജീവിക്കുന്നതിനും മറ്റുള്ള സ്നേഹിക്കുന്നതിനും എല്ലാം പ്രാപ്തരാക്കിയത്. ആ കൊച്ചു നാളിലുള്ള ക്രിസ്മസിൻ്റെ സ്മരണയും ഞാൻ പ്രത്യേകമായിട്ട് അനുസ്മരിക്കുന്നു, ഓർക്കുന്നു. എല്ലാവരും ഇവരെയായിട്ട് അവസാനമായിട്ട് എന്നെ കേൾക്കുന്ന എല്ലാവർക്കും ഈ ക്രിസ്മസ് നല്ല വാർത്തയായിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ആ ക്രിസ്മസ് വഴിയായിട്ട് ദൈവം മനുഷ്യനായത് നമ്മളെ ദൈവങ്ങളാക്കാൻ വേണ്ടിയിട്ടാണ്. ദൈവം മനുഷ്യനായത് നമ്മളെ നിത്യസൗഭാഗ്യം തരാൻ വേണ്ടിയിട്ടാണ്. ദൈവം മനുഷ്യനായത് നമ്മളുടെ ജീവിക്കുന്ന അദൃശ്യനായ ദൈവത്തെ ദൃശ്യമാക്കേണ്ടതാണ് ഈശോ പുൽക്കൂടി ജനിച്ചത്. ആ പുൽക്കൂടി ജനിച്ചത് ഈശോ കാഴ്ച വഴിയെ നടന്നുകൊണ്ട് ആ പിതാവിൻ്റെ പക്കലേക്ക് പോകാം. അങ്ങനെ ഏതിനു വേണ്ടി ഈശോയെ പിതാവ് അയച്ചോ ആ രക്ഷ നമ്മൾ നേടുന്നതിന് കേൾക്കുന്നൊരു അവസരമായിരിക്കും ക്രിസ്മസ്. ആ വലിയ സന്തോഷ വാർത്ത വലിയ സന്തോഷമായിരിക്കട്ടെന്ന് ഓർക്കുന്നു. ഒരിക്കൽ കൂടെ എല്ലാവർക്കും ക്രിസ്മസിൻ്റെ വളരെ സ്നേഹം നിറഞ്ഞ മംഗളങ്ങൾ ആശംസിച്ചുകൊണ്ടും ഈ ക്രിസ്മസിൽ പുൽക്കൂട്ടിൽ നല്ല ഉണ്ണി ജനിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരും ഹൃദയങ്ങളിലാണ്. അപ്പോൾ ക്രിസ്മസ് യാഥാർത്ഥ്യമാകുന്നത് നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ സമൂഹത്തിൽ ഈശോ ഉണ്ണിയായി ദൈവം ജനിക്കുമ്പോഴാണ്. അപ്പോൾ മാത്രമേ യഥാർത്ഥമായ ക്രിസ്മസിൻ്റെ അനുഭവം നമുക്ക് അറിയാം. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥനാപൂർവ്വം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ണിയെ സ്വീകരിക്കേണ്ടി വരിക. പുൽക്കൂട്ടിലെ ഉണ്ണി നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആ ഉണ്ണിയുടെ പുഞ്ചിരി നിങ്ങൾക്ക് സന്തോഷം തരട്ടെ എന്ന് ആശംസിക്കുന്നു. പള്ളിയിൽ മാത്രം വന്നു ചില അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്തു നമ്മൾ കടന്നുപോയാൽ അതുകൊണ്ട് തൃപ്തിപ്പെടരുത്. ക്രിസ്മസ് അതുമാത്രമല്ല, സമൂഹത്തിൽ ദാരിദ്ര്യരേഖയ്ക്ക് കീഴിൽ താമസിക്കുന്ന ആയിരങ്ങൾ, പതിനായിരങ്ങൾ, കോടികൾ, ഒരു നേരത്തെ ഭക്ഷണത്തിനു വേണ്ടി ദാഹിക്കുന്നവർ, സ്നേഹത്തിനു വേണ്ടി ആഗ്രഹിക്കുന്നവർ, ഭീതിയിൽ ഏതു സമയത്തും എന്തും സംഭവിക്കുമെന്ന് പേടിച്ച് കഴിയുന്ന സഹോദരങ്ങൾ ഇന്ന് ലോകത്തിലുള്ളപ്പോൾ സമാധാനം നഷ്ടപ്പെട്ടല്ലോ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. നല്ല മനസ്സുള്ളവരായി ഈ ഭൂമിയിൽ
നാം ഒക്കെ കാണപ്പെടുന്നതിനും നാം കെട്ടിപ്പടുക്കുന്ന ഈ വലിയ ക്രൈസ്തവ വിശ്വാസം എല്ലാ സഹോദരങ്ങളും അനുഭവിച്ച് അറിയുന്നതിനും ഈ ക്രിസ്മസ് ഫലവത്താകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ ചെറിയ സന്ദേശം ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്മസിൻ്റെയും പുതുവർഷത്തിൻ്റെയും ആശംസകൾ സ്നേഹപൂർവ്വം നേരുന്നു. ഈ നല്ല അവസരത്തിൽ ഷെക്കേന ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. ക്രിസ്മസ് തീർച്ചയായും നമ്മെ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ഒരവസരമാകണം. ഉണ്ണിമിശിഹായുടെ ദാരിദ്ര്യവും ഉണ്ണിമിശിഹ അനുഭവിച്ച ബുദ്ധിമുട്ടും അതുപോലെ യേശുവിൻ്റെ മാതാപിതാക്കളായി പരിശ്രമറിയവും യൗസപിതാവുമൊക്കെ അനുഭവിച്ച പ്രയാസങ്ങളൊക്കെ അനുസ്മരിക്കുമ്പോൾ നമ്മൾ പാവപ്പെട്ടവരോട് പല രീതിയിലും ദാരിദ്ര്യം അനുഭവിക്കുന്നവരോട് സ്നേഹവും ഔദാര്യവും ബഹുമാനവും ആദരവും കാണിക്കാൻ മറന്നു പോകരുതെന്നാണ് എനിക്ക് ഇത്തരുണത്തിൽ സൂചിപ്പിക്കാനുള്ളത്. നമ്മുടെ മുമ്പിലുള്ള എല്ലാവരും നമ്മുടെ സഹോദരങ്ങളാണ്. ആ സ്നേഹം ഒരിക്കലും നഷ്ടപ്പെടുത്താതെ കാത്തു സൂക്ഷിക്കുവാൻ, നല്ല ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഉടമകളാകാൻ ഈ 2025 ക്രിസ്മസും നമുക്ക് പ്രചോദനമാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും ഒന്നുകൂടി ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും മംഗളങ്ങളും പ്രാർത്ഥനകളും ആശംസകളും.